ഹലോ ഡിയേഴ്സ്, നമ്മൾ എക്കണോമിക്സിലെ ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്ററും നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ചെറിയ ചാപ്റ്റർ ആണെന്ന് തോന്നുമെങ്കിലും കുറേ അധികം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്കാണ് കേട്ടോ. 4 മാർക്കാണ്. സോ 4 മാർക്കിന് ചോദ്യം ചോദിക്കുന്നതല്ല, ചിലപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. സോ അങ്ങനെ 4 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലും 8 മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ആ ചാപ്റ്ററിലുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 12 മാർക്കാണ്. സോ അത്രയേറെ ഇമ്പോർട്ടൻസോട് കൂടി മക്കൾ ഈ ചാപ്റ്റർ പഠിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മാർക്കാണ് കേട്ടോ. ഒരുപാട് ഗ്രാഫുകളും ഒരുപാട് ഇക്വേഷനുകളും ഒക്കെയുള്ള ചാപ്റ്ററുകളാണ്. തിരിഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാലും ഇത്രയും വെയിറ്റേജ് ഉള്ളത് കൊണ്ട് മക്കളെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പഠിക്കണം കേട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. അതിന്റെ വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്കാണ്. സോ അത്രയേറെ ചോദ്യങ്ങൾ ചോദിക്കാം. 5 മാർക്കിന് 2 ചോദ്യങ്ങൾ ചോദിക്കാം, 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 1 മാർക്കിന്റെയും 3 ചോദ്യങ്ങൾ ചോദിക്കാം. സോ എങ്ങനെ വേണമെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കാം. കൃത്യമായിട്ട് പഠിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, 6 മാർക്കേ ഉള്ളൂ വെയിറ്റേജ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ആണ് കേട്ടോ. 5 മാർക്കിനാണ് ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് കറക്കിയും ഒക്കെയാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ചോദിക്കുക. ഡയറക്റ്റ് പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണെന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് ട്വിസ്റ്റഡ് ആക്കി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്നത് ചെയ്തു, ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ഇന്നത് ചെയ്തു എന്നൊക്കെ ചോദിക്കും. സോ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന്റെ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ഒരു വീഡിയോ ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് മാക്രോ എക്കണോമിക്സിലെ ഭാഗത്തിലേക്ക് പോകാം. എല്ലാവർക്കും പാട് മാക്രോ എക്കണോമിക്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാരണം അത് മനസ്സിലാക്കാനായാലും പഠിക്കാനായാലും കുറച്ചധികം ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, 3 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. മക്കളെ 12 മാർക്കാണ് വെയിറ്റേജ്. എപ്പോഴും 8 മാർക്കിന് ഒരു ചോദ്യം ചോദിക്കലുണ്ട്. എന്താണ്? വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? 3 മെത്തേഡ്: ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്. ഈ 3 മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ GNP, NDP, NNP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. മണീനെ പറ്റിയും ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. 6 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അടുത്ത ചാപ്റ്റർ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലെ. കുറച്ച് പാടുള്ള ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. 2 സെക്ടർ എക്കോണമിയിൽ എങ്ങനെയാണ് എംപ്ലോയ്മെന്റും ഇൻകവും ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അടുത്ത ചാപ്റ്റർ ആണ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി. ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ പറ്റിയും 3 സെക്ടർ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. കൃത്യമായിട്ട് പഠിക്കണം. ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ് ആണ് അടുത്ത ചാപ്റ്റർ. കുറച്ച് പാടാണ് ചാപ്റ്റർ, എന്നിരുന്നാലും 6 മാർക്കാണ് വെയിറ്റേജ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം, മാനേജ്ഡ് ഫ്ലോട്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഫിക്സഡ് ഒക്കെ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് കറക്കിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. എന്നാലും എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഇത്രയുമാണ് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. എക്കണോമിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 2 ചാപ്റ്റർ ആണ്. 12 മാർക്കിന് വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റർ: തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും നാഷണൽ അക്കൗണ്ടിങ്ങും. അത് കഴിഞ്ഞിട്ട് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 10 മാർക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. അങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യരുത്, കാരണം എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കെങ്കിൽ 1 മാർക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. സോ ഈ വെയിറ്റേജ് ഒക്കെ അറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മോഡൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിലേക്കും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങൾ എപ്പോഴും നോടൊപ്പം തന്നെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.